ഫാറ്റ് ലോസ് ആയാലും വെയിറ്റ് ഗെയിൻ ആയാലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ് കലോറി. എന്താണ് ഈ കലോറി? കലോറി എന്ന് പറഞ്ഞാൽ ഒരു മെഷർമെൻ്റ് ആണ്. ഈ ഹൈറ്റും വെയിറ്റും പോലത്തെ ഒരു മെഷർമെൻ്റ് ആണ് കലോറി. നമ്മൾ കഴിച്ച ഫുഡിൽ നിന്ന് എത്രത്തോളം എനർജി കിട്ടും എന്ന് അറിയണതാണ് കലോറി. കലോറി കാൽക്കുലേറ്റ് ചെയ്യുന്നത് മാക്രോ ന്യൂട്രിയൻസിൻ്റെ അളവനുസരിച്ചിട്ടാണ്. മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ പ്രോട്ടീൻ, കാർബ്, ഫാറ്റ്. 1 ഗ്രാം പ്രോട്ടീനിലും 1 ഗ്രാം കാർബിലും സെയിം ആണ്, 4 കലോറിയാണ്. 1 ഗ്രാം ഫാറ്റിൽ വരുന്നത് 9 കലോറിയാണ്. 75 കിലോ ഉള്ള ഒരു വ്യക്തിയുടെ മെയിൻ്റെനൻസ് കലോറി 2000 എന്ന് വിചാരിക്കുക. മെയിൻ്റെനൻസ് കലോറി എന്ന് പറഞ്ഞാൽ ബോഡിക്കൊരു ദിവസം ആവശ്യമായ കലോറി 2000 കലോറിയാണ് ബോഡിക്കൊരു ദിവസം പ്രവർത്തിക്കാൻ ആവശ്യം. അപ്പോൾ ഈ വ്യക്തി 2000 കലോറിനേക്കാളും കൂടുതൽ കഴിച്ചെന്ത് സംഭവിക്കും? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാൾക്ക് 800 രൂപയാണ് ഡെയിലി സാലറി. 500 രൂപയാണ് ആൾക്കൊരു ദിവസം വരുന്ന ചിലവ്. ബാലൻസ് വരുന്ന 300 രൂപ ആൾ പിന്നീട് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചെടുത്ത് വയ്ക്കും. അങ്ങനെ ഒരാഴ്ച കഴിയുമ്പോൾ അയാളുടെ കയ്യിൽ സേവിങ്സ് ആയിട്ട് വരുന്നത് 2100 രൂപയാണ്. ഇതേ സെയിം സിസ്റ്റമാണ് നമ്മുടെ ബോഡി യൂസ് ചെയ്യണത്. 2000 കഴിക്കേണ്ട ആൾ 2500 കലോറി കഴിച്ച് കഴിഞ്ഞാൽ 500 കലോറി എക്സ്ട്രയാണ്. എക്സ്ട്രാ 500 കലോറി ബോഡി സ്റ്റോർ ചെയ്യണത് ബോഡി ഫാറ്റ് ആയിട്ടാണ്. കണ്ടിന്യൂസ്ലി ആവശ്യത്തെക്കാളും കൂടുതൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ബോഡി ഫാറ്റ് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. പൈസനെ നമുക്ക് ഒറ്റയടിക്ക് ചിലവാക്കി കളയാം, പക്ഷെ അതുപോലെ ബോഡി ഫാറ്റ് നമുക്ക് പെട്ടെന്ന് കളയാൻ പറ്റില്ല. ബോഡിയിൽ സ്റ്റോർ ചെയ്തതിനേക്കാളും കൂടുതൽ ടൈമാണ് ബോഡിയിൽ നിന്ന് അത് കളയാൻ വേണ്ടി വരാം. അപ്പോൾ എപ്പോഴും കഴിക്കുന്ന ഫുഡിനെ കുറിച്ചൊരു ധാരണ വയ്ക്കുക, അതിൽ എത്ര കലോറി അടങ്ങിയിട്ടുണ്ടെന്നൊക്കെ നോക്കാം. നിങ്ങളുടെ ഉദ്ദേശം വെയിറ്റ് ലോസ് ആണെങ്കിൽ നിങ്ങളത് ഹെൽപ്പ് ചെയ്യും.